നല്ല വെയിൽ ഗൈസ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ വരും, പക്ഷെ അതൊന്നും കാര്യമാക്കരുത് ഗൈസ്. അപ്പം നമ്മളിനി പോകുന്നത് വെള്ളിയാഴ്ചക്കാവിലേക്കാണ്. ഓക്കെ, വെള്ളിയാഴ്ചക്കാവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ചിലപ്പോൾ ഒരു അമ്പലമായിരിക്കും, പക്ഷേ അമ്പലമല്ല. ഓക്കെ, എന്ത് എന്ത് കളിയാക്കുന്ന? അങ്ങനെ കളിയാക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പം തന്നെ ഒരുപാട് ഇൻട്രോ ആയി. ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നത് നാട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണമെന്ന്. അപ്പം അടുത്ത് ഇവിടെ സ്പോട്ടുള്ളത് വെള്ളിയാഴ്ചക്കാവാണ്. ഈ വെള്ളിയാഴ്ചക്കാവ് എന്ന് പറയുമ്പോൾ എല്ലാവരും മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് ഒരു അമ്പലമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കും. പക്ഷേ അതൊരു സ്ഥലമല്ല ഗൈസ്. അവിടെ ചെന്നിട്ട് കാണിക്കാം ശരിക്കും അത് എന്താണെന്നുള്ളത്. ഓക്കെ, ഞാൻ വായിത്തോന്നിയൊക്കെ വിളിച്ച് പറയും, അതൊന്നും കാര്യമാക്കരുത് കേട്ടോ. കാരണം ഞാൻ വ്ളോഗൊക്കെ എടുത്ത് വെക്കും, പക്ഷെ ഒന്നും എനിക്ക് ഒരു ചമ്മല് കാരണം ഞാൻ ഇടാത്തതാണ്. എന്തെങ്കിലുമൊക്കെ പറയാനും കാര്യമാക്കരുത് അറിയാം. പക്ഷെ നമ്മുടെ ഇവിടെ ഉത്സവം നടക്കും. അവൻ എനിക്ക് സജഷൻ ഒക്കെ പറയുന്നുണ്ട്, അത് പറയണേ ഇത് പറയണേ, പക്ഷെ എന്താ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവന് വ്ളോഗറൊക്കെ ആണ്, അവൻ അത്യാവശ്യം ഇങ്ങനെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അത്ര ഫേമസ് ആണെങ്കിലും അവൻ എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് അവൻ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ചൊരു സ്പെഷ്യലായിട്ടൊരു കാര്യമുണ്ട്. ഇവിടെ ആസിഫ് അലിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് വെള്ളിയാഴ്ചക്കാവില്. ആസിഫ് അലി വന്ന് ഇവിടെ ഗൈസ്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചക്കാവിൻ്റെ ബോർഡ് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും വഴി തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് എങ്ങനെയാണ് പോവേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ് ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള വഴിയാണ്. ബോർഡ് കണ്ടോ, മുന്തിരിപ്പന്തൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കയറിയിട്ട് കുറച്ച് പോണം. അപ്പം കുറച്ച് നേരമല്ലേ, കഴിഞ്ഞിട്ട് കാണിക്കുന്നതല്ലേ ബെറ്റർ. കുറച്ച് കഴിഞ്ഞ് രണ്ട് സെക്ഷൻ ഉണ്ട്, കള്ള് കിട്ടുന്ന ഷാപ്പും ഉണ്ട്, കള്ള് കിട്ടാത്ത ഷാപ്പും ഉണ്ട്. രണ്ടും പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? കള്ള് കിട്ടുന്നതില്ല. കള്ള് കിട്ടുന്നതില്ല, പക്ഷെ നമ്മൾ കള്ള് കുടിക്കൂല. ജസ്റ്റ് അല്ലേ കാണിച്ചു തരാനേ. ഇങ്ങനെ ഈ റോഡ് നേരെ പോണം. പോയിട്ട് ഇവിടെ വയലൊക്കെ ഉണ്ട്. റോഡ് ഒന്നും പ്രശ്നമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല റോഡാണ്. രണ്ട് ബോർഡുണ്ട്. നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് വെച്ചാൽ പോവാം അല്ലേ. മുന്തിരിപ്പന്തൽ എന്ന് പറയുന്നത് തോട്ടിങ്കരയില് കള്ളും കിട്ടും, എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഇതിലെന്ന് പറയുന്നത് ഫാമിലി റെസ്റ്റോറന്റ്. വിളിച്ചു വേണമെങ്കിൽ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാൻ. ഇതിൽ നമ്പർ ഉണ്ട്, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത്. അതുണ്ട്, അത് എടുത്തായിരുന്നു. തോട്ടിങ്കര അല്ല, രണ്ട് സ്ഥലം. അപ്പൊ നമ്മൾ പോകുന്നത് തോട്ടിങ്കരയിലേക്കാണ് ഗൈസ്. തോട്ടിങ്കര ഇങ്ങോട്ട്, മറ്റേത് അങ്ങോട്ടല്ലേ. അപ്പോ ഇങ്ങനെ കേറി വരുമ്പോ ഇതാണ് എൻട്രൻസ്. കണ്ടാൽ വലിയ ലുക്കൊന്നും ഇല്ല, പക്ഷെ അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്കൊരു പ്രൈവസി ഉണ്ട്, ഫാമിലിയായിട്ട് ഒരു പ്രൈവസി. കള്ള് വേണം. ഒരു ചിക്കൻ എടുത്തോ. ഒരു കുപ്പി എടുത്താൽ എന്നിട്ട് പിന്നെ എടുക്കാം. അനിയത്തി ഏത് വൈബ്. അങ്ങനെ കള്ളൊന്നും കുടിക്കൂല, കാരണം അതൊക്കെ ശരീരത്തിന് ഹാനികരമാണ്. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് വെള്ളിയാഴ്ചക്കാവിലാണ്.
മുഖമൊക്കെ ക്ഷീണിച്ചിരിക്കുന്നു. വെയിലല്ലേ ഫുള്ള് കറുത്തുപോയി. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഉച്ച ടൈമാണ്. അപ്പം അതുകൊണ്ട് മീൽസ് ഐറ്റംസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ഊണും പിന്നെ കണവയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്തുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഫിഷ് ഐറ്റംസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഒരു തരം കളിയാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മളെ പല ആൾക്കാരും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ കാണും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മളെ വിജയത്തിലേക്കുള്ള മുന്നേറ്റമാണ്. അത് നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. പക്ഷെ തളരാൻ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? നമ്മൾ എന്തിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അറിയാം. ഊണ് ഓർഡർ ചെയ്ത്, പിന്നെ കണവ, മറ്റുള്ള സ്ഥലത്ത് കൂന്തലെന്ന് പറയും അല്ലേ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എന്താണ് കപ്പ. ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പൊ നിങ്ങൾ എന്ത് മിസ്റ്റേക്ക് വന്നാലും അത് കണ്ണടച്ച് കാണണം. അപ്പൊ ഞാൻ ഇന്ന് തെറ്റാതെ പറയാം. നമ്മൾ ഓർഡർ ചെയ്തത് ഊണ്, പിന്നെ കപ്പ, ഇത് കണവ ചെറിയ കള്ള്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കുറച്ചേ പറഞ്ഞുള്ളൂ. നമ്മൾ ഫുള്ളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചിക്ക്. അപ്പം അതിന്റെ ഭാഗമായിട്ട് എനിക്കല്ല, ഇവർക്ക് എന്റെ കയ്യിൽ കൊണ്ടുപോയി. എനിക്ക് വേണ്ട. അത് കട്ട് ചെയ്താൽ ബാക്കി നമുക്ക് പറയാം. നീ ഇവിടെ എത്രാമത്തെ ടൈമാണ് ഇവിടെ വരുന്നത്? ഇവിടെ 6ാമത്തെ ടൈം. 6ാമത്തെ ടൈം. എവിടെയാണ്? അവിടെ തോട്ടക്കരയാണോ ഇവിടെയാണോ പോയത്? രണ്ടിടത്തും വരാറുണ്ട്. എവിടെയാ കൂടുതൽ ഇഷ്ടം? ഇവിടെ. അപ്പൊ ഇനി നമ്മള് ഡിഷസ് വരുമ്പോ അടുത്ത ഷോട്ട് എടുക്കാം. ഇവിടെ തൊട്ട് അടുത്ത് തന്നെ കായലും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലോണം കായലും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഫ്രഷ് ആണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് കഞ്ഞിവെള്ളമാണെന്നാണ്. കാരണം ആ ചേച്ചി ഒരു ജഗ്ഗിലാണ് ഗൈസ് കൊണ്ടുവന്നത്. പക്ഷേ ശരിക്കും അത് കള്ളായിരുന്നു. കഞ്ഞിവെള്ളമാണെന്നത് കള്ളാണ് ഗൈസ്. ഇത് കള്ള്. ശരിക്കും ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അത് കഞ്ഞിവെള്ളമാണെന്നാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. കൂന്തലെന്ന് പല സ്ഥലത്ത് പറയും. കപ്പ, കൂന്തല്. എന്താന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. അല്ലാതെ ആവശ്യപ്പെട്ടല്ലോ. എല്ലാ കറികളും ഇതാണ് ഏറ്റവും നല്ല സാധനമാണ്. എല്ലാവരും പറയും നമ്മൾ കഴിച്ചു. ഇത് കഴിക്കുന്ന ഒരു വീഡിയോ അത് ടേസ്റ്റ്. ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത്. ചോറും ഇത് ഇത്രയും കറികളും കൂടെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കപ്പയുണ്ട്, അത് ഞാൻ പിന്നെ കഴിക്കാം. ഗൈസ്, എത്രയൊക്കെ ഐറ്റം ഉണ്ടെങ്കിലും ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം എന്തോ പോലെയാണ്. അപ്പം ഞാൻ കുറച്ച് ചോറാണ് ഫസ്റ്റ് കഴിക്കാൻ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അതിൻ്റെ പുറത്തൊക്കെ നിന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസ് ആണ് അവിടെ. എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ ടൈപ്പിലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നല്ലതാണ് ഗൈസ്. പിന്നെ അതേ കോഴികളൊക്കെ ഉണ്ട് അവിടെ. ഫുഡ് കഴിച്ചല്ലേ, അടിപൊളിയായിരുന്നു അല്ലേ? അത്യാവശ്യം നല്ലതായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഈ ഒരു സെക്ഷനാണ് മുന്തിരിപ്പന്തൽ. ജസ്റ്റ് ഒരു 100 മീറ്റർ ഒക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ നല്ല ആംബിയൻസും കാര്യങ്ങളാണ്. നല്ല ആംബിയൻസ് ആണ്. അവിടെ കുറച്ച് ട്രഡീഷണൽ ആണ്, ഇവിടെ കുറച്ചല്ലേ മോഡേൺ ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു സ്പോട്ടിലോട്ട് പോയി. സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു പാർക്ക് പോലെ ഒരു സെറ്റപ്പാണ്. പക്ഷെ അധിക നേരം നമ്മൾ അവിടെ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ
ഫിഷിങ്ങിന് പോയിട്ട് വന്ന് തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മളെന്താ പോയി ഗൈസ്. കാരണം അനിയനും പറഞ്ഞു ഡിസ്റ്റർബൻസ് ആവണ്ട, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവണ്ടല്ലോ, കാരണം അവർ ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്ന ടൈം. അപ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റ് സ്പോട്ട്, ആരും കാണാത്തൊരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് ഹിഡൻ സ്പോട്ട്. അതാണ് നമുക്കറിയാണ്ട് നമ്മൾ പല സ്ഥലത്തും പോയി എൻജോയ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഹിഡൻ സ്പോട്ടിലാണ് ഫസ്റ്റ് പോയി അല്ലേ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ഹിഡൻ സ്പോട്ടാണ്, ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. എന്നിട്ട് ചെല്ലുമ്പോ എന്താവും അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം ഗൈസ്. ഇതിപ്പോ ഇവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുവാണ്, അപ്പൊ അതിന്റെ ഡെക്കറേഷൻസ് ആണ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മൂങ്ങോട് ചർച്ച്, അതായത് അതാണ്ട് മൂങ്ങോട് ചർച്ച്, ഇത് നോട്ടീസ് ചെയ്തു. ബോർഡ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരും. അപ്പം പള്ളിയിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെ നമ്മൾ ഇടതേക്ക് തിരിയും, അതായത് ലെഫ്റ്റിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് തിരിയുക. അതായത് ഇവിടെ സെമിത്തേരിയും കാര്യങ്ങളൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. പള്ളി അതിന്റെ ബാക്കിൽ കൂടെയുള്ള വഴിയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചന്തമില്ല, രണ്ടാമത്തെ ഇതില് കേറുക, ഇങ്ങോട്ട് കേറുക. ഗൈസ് ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതൊരു പന്നി ഫാമാണ്. എന്താ വെച്ചാൽ ബൾക്കായിട്ട് പന്നികളൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമാണിത്. അപ്പം ഇതാണ് ഹിഡൻ സ്പോട്ട്. ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം നമുക്ക് എത്തിയിട്ട് കാണിക്കാം. ഗൈസ് നമ്മളിപ്പോൾ ഒരു ഹിഡൻ സ്പോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കാം ആൻഡ് പീസ് ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ഹിഡൻ സ്പോട്ട് അടിപൊളിയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അറിഞ്ഞു പോ നമ്മള് വർക്കല മൂങ്ങോട് ചർച്ചിന്റെ അവിടെ പറ. അപ്പോൾ നമ്മളിന്നൊരു ഹിഡൻ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് വർക്കല മൂങ്ങോട് പള്ളിയുടെ അടുത്തായിട്ട് വരും. നല്ല രസമാണ്, നല്ല കാറ്റും. ഇപ്പോഴത്തെ ഒന്നും നല്ല വെയിലും ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ഇവിടെ വന്നപ്പോൾ ആ ചൂടൊന്നും അറിയുന്നില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഞാൻ നിൽക്കുകയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ കാണുന്ന ലുക്കല്ല, നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അത് അടിപൊളിയാണ്. നല്ല തണുപ്പും കാറ്റും അടിപൊളിയായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? അത് മാത്രമല്ല, ഇത് ഞാൻ സംഭവം പുതിയ വ്ളോഗായതുകൊണ്ട്, മീൻസ് ആദ്യമായിട്ട് എടുക്കുന്ന വ്ളോഗായതുകൊണ്ട് പിന്നെയും ഞാൻ ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പം മാക്സിമം ക്ഷമിക്കണം ഗൈസ്. പിന്നെ അത് മാത്രമല്ല, എനിക്കങ്ങനെ അധികം വ്യൂസും ഇല്ല, അതുകൊണ്ട് പിന്നെ അധികം ആൾക്കാർ കാണില്ലല്ലോ. പിന്നെയും ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു തുമ്പിയെ കണ്ടത്. അങ്ങനെ നമ്മൾ തുമ്പിയെ കുറച്ച് നേരം വീഡിയോഗ്രാഫി ചെയ്തു. അതിനുശേഷം പിന്നെയും ഞാൻ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, കേൾക്കാം. അടിപൊളിയാണ്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല, ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റും. നല്ല രസമുണ്ട്. ഈ ഒരു സൈഡ് കുളമുട്ടവും അതെന്ന് പറയുന്നത് മൂങ്ങോടും, അതിൻ്റെ ഒരു മിഡിലായിട്ട് വരുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം. പിന്നെ ഒന്നാമത് ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ ഒരു ഇതിൽ നിന്ന് നമുക്കൊരു മനസ്സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക ഗൈസ്. അടിപൊളി, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. ഗൈസ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം സേഫായിട്ടിരിക്കണം, കാരണം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സേഫായിട്ടിരിക്കണം ഗൈസ്. ഓക്കെ, ഫൈനലി നമ്മുടെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ട്രിപ്പായിട്ട് വരാം ഗൈസ്.